വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും കാത്തിരിക്കുന്നത് മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് അല്ലേ. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നതും അതേ ചോദ്യങ്ങളായിട്ടാണ്, സാധ്യതയുള്ള കുറച്ചധികം കാര്യങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ മലയാളത്തിൻ്റെത് നിങ്ങൾക്കറിയാം, പരീക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് മലയാളം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ടീച്ചറോട് ചോദിച്ച, കമൻസിൽ പറഞ്ഞ, ചില പാരൻസ് പറഞ്ഞ ചില കാര്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവർ ഒന്ന് ജോയിൻ ചെയ്തേക്കുക. കാരണം നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ വേണ്ടേ? അപ്പോൾ അതൊക്കെ ഏതിലേക്കാണ്? കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്കാണ് അയക്കാറല്ലേ. അപ്പൊ നമുക്കിന്ന് നോക്കാം, അറിഞ്ഞു പഠിക്കാം, പഠിച്ചു നേടാം. തൂലികാ നാമങ്ങളാണ്. നിങ്ങൾക്കറിയാം എന്താണ് തൂലികാ നാമങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മള് ചില എഴുത്തുകാരന്മാര് അല്ലെ, ചില എഴുത്തുകാര് എന്താ ചെയ്യാറ്? അവരുടെ സ്വന്തം പേരിൽ എഴുതാറില്ല അല്ലെ, മറ്റു പേരിലാണ് അറിയപ്പെടാറ്. ചിലപ്പോ ആ പേരിനോട് ചേർന്നിട്ടുള്ള എന്തെങ്കിലും ഷോർട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെ, ഷോർട്ട് കട്ട് പേരുകളൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ അതാണ് തൂലികാ നാമങ്ങൾ. ഇനിയിപ്പോ തൂലിക എന്ന് പറഞ്ഞാൽ എന്താ? തൂലിക, യെസ്, തൂലിക എന്ന് പറയുമ്പോൾ നമുക്ക് പേന എന്നൊക്കെയാണ് പറയാറല്ലേ. അപ്പോൾ എഴുതാൻ ഉപയോഗിക്കുന്ന ആ ഒരു പേരാണ് തൂലികാ നാമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. കവികളുടെ തൂലികാ നാമങ്ങളാണ്. അപ്പൊ ഈ പറയുന്നതിൽ കവികളെ മാത്രമാണ് ടീച്ചർ ഉൾപ്പെടുത്തിയത്. ഇനി കഥാകാരന്മാരെ, നോവലിസ്റ്റ് എല്ലാം കൂടെ വരുന്നത് മറ്റൊരു വീഡിയോ ആക്കി ചെയ്യാം. അപ്പോൾ അതും എല്ലാവരും കാണണം കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഇന്നൊന്ന് നോക്കിയാലോ. കവികൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന തൂലികാ നാമമാണ് ആശാൻ. നമുക്കറിയാം, ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ ആധുനിക കവിത്രയങ്ങളിൽ പെട്ടവരാണ് അല്ലെ. ആധുനിക കവിത്രയങ്ങൾ നിങ്ങൾക്കറിയാം, ആധുനിക കവിത്രയങ്ങളാണ് ആര്? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. എന്താണ് ആധുനിക കവിത്രയം? എഴുതണോ? ആധുനിക കവിത്രയം ആണ് എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. ആധുനിക കവിത്രയം, 3 പേരെയാണ് കാണുന്നത്. കവിത്രയം. ഇത് ടീച്ചർ എപ്പോഴും ഇങ്ങനെ പറയുന്നത് എന്താണെന്നറിയോ? ഇത് നമ്മൾ അറിയാതിരിക്കരുത്. ഇത് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു മലയാളം പഠിച്ചു തുടങ്ങുന്ന എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പോൾ ആശാന്റേത് കുമാരൻ ആശാനാണ് ആശാൻ എന്ന തൂലികാ നാമത്തിൽ എഴുതുന്നത്. അതുപോലെ ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് ഉള്ളൂർ എന്ന പേരിൽ എഴുതുന്നത്. വള്ളത്തോൾ നാരായണ മേനോന്റെ തൂലികാ നാമം എന്താണ്? വള്ളത്തോൾ എന്നാണ് അല്ലെ. അപ്പൊ മക്കൾ വിചാരിക്കും ഇതൊക്കെ എളുപ്പല്ലേ എന്ന്. പക്ഷെ അറിയാത്തവരുണ്ടാവില്ലേ, അവരെ ഒരു ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ. അപ്പൊ കുമാരനാശാൻ, ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. കുമാരനാശാനാണ്, ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്, വള്ളത്തോൾ നാരായണ മേനോനാണ്. അപ്പൊ നമ്മൾ അത് പഠിച്ചല്ലോ, അത് അറിയാവുന്നതാണ്. നമുക്ക് പെട്ടെന്ന് അടുത്തതിലേക്ക് പോകാം. ജി എന്ന പേരിൽ എഴുതുന്നത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ് അല്ലേ. ജി ശങ്കരക്കുറുപ്പ്. ഇനി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ അല്ലേ. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്കേ, അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ എന്ന് പാടിയ വൈലോപ്പിള്ളി അല്ലേ. വൈലോപ്പിള്ളിയുടെ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ തൂലികാ നാമമാണ് വൈലോപ്പിള്ളി എന്നത്. ഇനി ശ്രീ എന്നുള്ള മറ്റൊരു പേരിലും കൂടി അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. പക്ഷെ കൂടുതലും കാണാറ് വൈലോപ്പിള്ളി എന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ ശ്രീ എന്ന പേരിലും എഴുതുന്നത്, അല്ലെങ്കിൽ ശ്രീ എന്ന തൂലികാ നാമത്തിലും അറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. ശ്രീധരമേനോന്റെ ശ്രീയാണ് ഈ ശ്രീ അല്ലേ. അപ്പൊ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ജി ശങ്കരക്കുറുപ്പ്. ഇനി ഇടശ്ശേരി, നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ, പൂതപ്പാട്ടൊക്കെ എഴുതിയ കവിയാണ് ഇടശ്ശേരി, ശക്തിയുടെ കവിയാണ് ഇടശ്ശേരി എന്ന്. ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ഇടശ്ശേരി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത്. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇനി അക്കിത്തം അച്യുതൻ നമ്പൂതിരി ജ്ഞാനപീഠ ജേതാവാണ്. അദ്ദേഹം 2020 മരണപ്പെട്ടു അല്ലെ. അക്കിത്തം എന്ന പേരിലാണ്, തൂലികാ നാമത്തിലാണ് അറിയപ്പെടുന്നത്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഏറ്റവും ഒടുവിലായിട്ട് ജ്ഞാനപീഠം ലഭിച്ച മലയാള കവിയാണ് അല്ലെ, മലയാളത്തില്. ഇനി NN കക്കാട്, കെ നാരായണൻ നമ്പൂതിരിയാണ് NN കക്കാട്. സഫലമീ യാത്ര എന്ന് പറയുന്ന കവിതയൊക്കെ ഇദ്ദേഹത്തിൻ്റെതാണ്. അപ്പോൾ NN കക്കാട് ഏതാണ് തൂലികാ നാമം? NN കക്കാട് അല്ലെ. കെ നാരായണൻ നമ്പൂതിരി.
ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖീ എന്ന് പാടിയ കവിയാണ് NN കക്കാട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കെ നാരായണൻ നമ്പൂതിരിയാണ് NN കക്കാട് എന്ന പേരിൽ എഴുതുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പഠിച്ചത് ജി ആണ്, പിന്നെ വൈലോപ്പിള്ളിയാണ്, ഇടശ്ശേരിയാണ്, അക്കിത്തമാണ്, NN കക്കാടാണ്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ എൻ്റെ മക്കൾക്ക് അറിയാവുന്നതാണ്. അതിൽ NN കക്കാട് കെ നാരായണൻ നമ്പൂതിരിയാണ് എന്നുള്ളത് മാത്രം ഒരു സംശയം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഓർമ്മ പഠിച്ചിട്ടുണ്ടാവണമെന്നില്ല, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവണമെന്നില്ല അല്ലേ. പക്ഷെ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി ഇതാ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്, എൻ്റെ വിദ്യാലയം എന്ന് പറയുന്ന അല്ലെ, ഈ ലോകത്തെ മുഴുവൻ എൻ്റെ ഗുരുനാഥനായിട്ട് കണക്കാക്കണം എന്ന് പറയുന്ന, എൻ്റെ വിദ്യാലയമായിട്ട് കണക്കാക്കണം എന്ന് പറഞ്ഞ നമ്മുടെ കവിയാണ് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ്. ഒളപ്പമണ്ണ എന്ന പേരിൽ എഴുതുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റൂലേ, ഒളപ്പമണ്ണ. ചിലപ്പം ഒളപ്പമണ്ണ, അപ്പോൾ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് എന്ന് തരാതെ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് എന്ന് മാത്രം തരുമായിരിക്കും. അപ്പൊ എൻ്റെ മക്കൾ എന്ത് എഴുതണം? സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ് ഒളപ്പമണ്ണ എന്ന് മനസ്സിലാക്കണം. ഒളപ്പമണ്ണ എന്ന് ആദ്യം തന്നാലും മക്കൾക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റില്ലേ. അപ്പൊ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് എന്ന് മാത്രം തന്നാലും മക്കൾ അത് എഴുതണം കേട്ടോ. പിന്നെ കടമ്മനിട്ട രാമകൃഷ്ണനാണ്. കടമ്മനിട്ട രാമകൃഷ്ണൻ, കോഴി, കാട്ടാളൻ, അങ്ങനെ ഒരുപാട് നല്ല നല്ല കവിതകൾ നമുക്ക് സമ്മാനിച്ച കടമ്മനിട്ട രാമകൃഷ്ണൻ. പിന്നെ ONV കുറുപ്പ് എന്ന് പറയാറുണ്ട്. ONV കുറുപ്പ് എന്ന് മാത്രം പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് നിങ്ങളൊന്ന് പഠിച്ചോട്ടെ, ഒന്ന് ഓർത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ടീച്ചർ എഴുതിയത്. ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പാണ്. അപ്പോൾ ONVയുടെ പൂർണ്ണനാമവും പലപ്പോഴായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അത് മറന്നു പോകാതിരിക്കുക കേട്ടോ. ONV ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്, ONV. പിന്നെ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഇതിന്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അപ്പൊ മക്കൾ വിചാരിക്കും വെണ്ണിക്കുളം എന്ന് തന്നാല് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എന്ന് ഓപ്ഷനിൽ ഉണ്ടാവുമ്പോൾ വെണ്ണിക്കുളം അല്ലേ. പക്ഷെ ചിലപ്പോൾ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എന്ന് മാത്രം തരുമ്പോൾ വെണ്ണിക്കുളം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? അപ്പോൾ ഗോപാലക്കുറുപ്പ് എന്ന് മാത്രം തരാണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് എന്ന് ഓർത്ത് വെക്കുക. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. മക്കൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇതൊക്കെ എങ്ങനെയാ പഠിച്ചെടുക്കാന്ന്. നിങ്ങൾക്ക് അറിയുന്നത് ആദ്യം എന്ത് ചെയ്യുക, ഈ കൂട്ടത്തിൽ നിന്ന് ഒന്ന് ഉറപ്പിക്കാം, മനസ്സിലേക്ക് അങ്ങ് ഉറപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് അറിയാത്തത് മാത്രം എന്ത് ചെയ്യുക, ഒരു പേപ്പറിലൊക്കെ എഴുതിയെടുത്തിട്ട് ഇടയ്ക്കൊന്ന് വായിച്ചു നോക്കുക. അല്ലെങ്കിൽ എഴുതി വെച്ചത് ആവർത്തിച്ച് വായിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിൽ നിൽക്കുക. അതിനായിട്ടൊരു സമയമൊന്നും കണ്ടെത്തണ്ട. ഇടയ്ക്കൊരു ചായ കുടിക്കുന്നതിൻ്റെ ഇടയിലൂടെ കയ്യിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് നോക്കുക, നോട്ട് പുസ്തകം തുറന്നു വെച്ചിട്ട് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കുക, ഏതായിരുന്നു ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ് അല്ലേ. ഇനിയിപ്പോൾ NN കക്കാടിൻ്റെത് കെ നാരായണൻ നമ്പൂതിരി. ഇത്തരത്തിലുള്ള പേരുകൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. മറ്റേത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ട് അറിയായിരിക്കും അല്ലേ. അതുപോലെ പാല നാരായണൻ നായരാണ് പാല എന്ന പേരിൽ എഴുതുന്നത്. പാല നാരായണൻ നായർ. ഇതൊക്കെ ആവർത്തിച്ച ചോദ്യങ്ങളാണ് കേട്ടോ, പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. പാല എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് എന്നൊക്കെ. പിന്നെ P കുഞ്ഞിരാമൻ നായർ അറിയപ്പെടുന്നത് P എന്നാണ് കേട്ടോ. അതുപോലെ കെ പാനൂർ എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. കെ കുഞ്ഞിരാമനാണത്. മക്കള് ടീച്ചർ അഡീഷണൽ ആയിട്ട് ഒന്ന് തന്നതാണ്. കൺഫ്യൂഷൻ ആവുമെങ്കിൽ P കുഞ്ഞിരാമൻ നായരെ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. P കുഞ്ഞിരാമൻ നായർ. കെ പാനൂര് ഓർത്ത് വെക്കാൻ പറ്റിയെങ്കിൽ കെ കുഞ്ഞിരാമനാണ് എന്നോർക്കുക. ഒന്ന് P കുഞ്ഞിരാമൻ നായരാണ്, ഒന്ന് കെ കുഞ്ഞിരാമൻ, കെ പാനൂർ. ഇനി ബോധേശ്വരൻ അല്ലെ. ബോധേശ്വരൻ ആരായിരുന്നു? നമ്മുടെ സാംസ്കാരിക ഗാനം അല്ലേ, കേരള ഗാനത്തിന്റെ കർത്താവാര് എന്ന് ചോദിച്ചാലും അത് ബോധേശ്വരനാണ് എന്ന് ഓർക്കുക. ഇത് സുഗതകുമാരി ടീച്ചറുടെ അച്ഛൻ കൂടിയാണ് കേട്ടോ. സുഗതകുമാരി ടീച്ചറുടെ അച്ഛനാണ് ആര്? ബോധേശ്വരൻ. അദ്ദേഹം നാരായണൻ നായർ എന്നാണ് യഥാർത്ഥ പേര്. ബോധേശ്വരൻ എന്ന പേരിലാണ് കവിതകൾ എഴുതിയിരുന്നത് ബോധേശ്വരൻ. ഇനി മൂലൂർ എസ് പത്മനാഭ പണിക്കരാണ് മൂലൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൂലൂർ എസ് പത്മനാഭ പണിക്കർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, തീർച്ചയായും ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. എക്സ്ട്രാ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കുക. അതുപോലെ
ഇപ്പൊ ടീച്ചർ പറഞ്ഞ ബോധേശ്വരനെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ബോധേശ്വരൻ എന്താണ്? കേരള ഗാനം അല്ലെ, സാംസ്കാരിക ഗാനം, കേരളത്തിന്റെ സാംസ്കാരിക ഗാനം. ജയ ജയ കോമള കേരള തന്നെ ആ പാട്ടില്ലേ, ആ ഗാനമില്ലേ, അത് എഴുതിയത് ബോധേശ്വരനാണ് എന്ന് മക്കൾ ഓർത്ത് വെക്കുക. അതുപോലെ സുഗതകുമാരി ടീച്ചറുടെ അച്ഛൻ കൂടിയാണ് ആര്? സുഗതകുമാരി ടീച്ചറുടെ അച്ഛൻ, സുഗതകുമാരിയുടെ അച്ഛനാണ് ആര്? അച്ഛനാണ് ബോധേശ്വരൻ. പിന്നെ കേരള ഗാനം 2 പോയിന്റാണ് അവിടെ ഉള്ളത് കേട്ടോ. കേരള ഗാനം അത് എന്തായാലും ഓർക്കണേ. കേരള ഗാനത്തിന്റെ രചയിതാവ് അല്ലെങ്കിൽ ജയ ജയ കേരള കോമളധരണി അല്ലേ, കേരള ഗാനം അതും കൂടെ ഓർത്ത് വെക്കുക. കേരള ഗാനം എഴുതിയത് ബോധേശ്വരനാണ് എന്നും കൂടെ ഓർത്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് ഇന്നത്തെ ചോദ്യമാണ്, ചങ്ങമ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന കവി ആരാണ്? ചങ്ങമ്പുഴ ആരുടെ തൂലികാനാമമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്? അതാണ് നിങ്ങൾ ഇന്ന് കമന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ, ചങ്ങമ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന കവി ആരാണ് എന്നാണ്. അപ്പോൾ തൂലികാനാമങ്ങളൊക്കെ പഠിക്കുക. മക്കള് അറിയാത്ത കാര്യങ്ങൾ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ചൊന്ന് വായിച്ചു നോക്കിയാൽ മതി, മനസ്സിലേക്ക് നിന്നോളൂ കേട്ടോ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. കഥാകാരന്മാരല്ലേ മറ്റെഴുത്തുകാരുമായിട്ട് അവരുടെ തൂലികാനാമങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.